ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ ഈശോത്തൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. എൻ്റെ പൊന്നു കുഞ്ഞേ, നീ എത്ര പാപിയെന്നാലും യേശുവിൻ സ്നേഹം ക്ഷമിക്കും. എൻ്റെ പൊന്നു കുഞ്ഞേ, നിനക്കെത്ര കുറവുണ്ടേലും യേശുവിൻ സ്നേഹം സഹിക്കും. നിന്റെ പാപരോഗങ്ങൾ തോളിൽ വഹിച്ച ദൈവം നിന്റെ ദുഃഖഭാരങ്ങൾ ക്രൂശിൽ സഹിച്ച ദൈവം നിന്നെ രക്ഷിക്കാൻ ശക്തനായവൻ. നിന്റെ രക്ഷയ്ക്കായി ജീവൻ തന്നവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽ റുഹ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായ ഒരു സന്ദേശമാണ്. നമ്മുടെ അസ്വസ്ഥതകളും വേദനകളും സങ്കടങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച്, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള സന്ദേശം. ഇന്ന് ഈ ശുശ്രൂഷയിൽ ഒത്തിരി മക്കളാണ് വലിയ ഹൃദയവേദനയോടെ, ഹൃദയഭാരത്തോടെ, ജീവിത ദുഃഖത്തോടെ കടന്നു പോവുക. ആ വേദനകളും സങ്കടങ്ങളൊക്കെ നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇങ്ങനെ സമർപ്പിച്ചുള്ള പ്രാർത്ഥന അത് ദൈവത്തിന് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥനാ രീതിയാണ്, സമർപ്പണം. അതുകൊണ്ടാണ് സങ്കീർത്തനം 55:22 നമുക്ക് വായിക്കാൻ സാധിക്കും. അവിടെ മാത്രമല്ല, ബൈബിളിൽ പല ഭാഗങ്ങളിലും നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. നിൻ്റെ ഭാരം നീ കർത്താവിലേക്ക് അങ്ങോട്ട് ഏൽപ്പിക്കാൻ പറയുകയാണ്. നിൻ്റെ ഭാരം അങ്ങോട്ട് കർത്താവിലേക്ക് ഏൽപ്പിക്കുക, ഈശോയ്ക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കുക. അത് ശീലിക്കണം നമ്മൾ ആ വചനം നമുക്കൊന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 55:22 എല്ലാവരും നേറ്റ് പറഞ്ഞ് പ്രാർത്ഥിച്ചു. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. തിരുകരണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക. ഇതേ വചനം തന്നെ, അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള വചനം തന്നെ സങ്കീർത്തന പുസ്തകം 37-ാം അധ്യായത്തിൽ 5-ാം തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ആ വചനം ഒന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. തിരുകരണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. നിന്റെ ജീവിതം കർത്താവിനെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ പറയുകയാണ്. ജീസസ്, ഐ സറണ്ടർ മൈ സെൽഫ് ടു യു, ടേക്ക് കെയർ ഓഫ് എവരിതിങ്. സമ്പൂർണ്ണമായിട്ട് അങ്ങോട്ട് സമർപ്പിക്കുക. സമർപ്പിച്ചുള്ളൊരു പ്രാർത്ഥന അത് ദൈവം ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്നുണ്ട്. കുർബാന എന്ന് വെച്ചാൽ സമർപ്പണമാണെന്ന് പറയാം. അപ്പത്തോടും ഇതിനോട് ചേർത്ത് നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളെ നമ്മൾ അങ്ങോട്ട് സമർപ്പിക്കണം. ജപമാലയിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ സമർപ്പിക്കണം. നമ്മുടെ കരുണകൊന്ത ചെല്ലുമ്പോൾ നമ്മൾ അതിൽ ഓരോ മേഖലയിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ നമ്മൾ കുരിശിൻ്റെ വഴി പ്രാർത്ഥന ചെല്ലുമ്പോൾ അതിൽ ഓരോ സ്റ്റേഷൻസിൽ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ, നമ്മുടെ വേദനകളൊക്കെ ഈശോയുടെ സഹനത്തോട് ചേർത്ത് അങ്ങോട്ട് സമർപ്പിച്ച് ശീലിക്കുക.
എനിക്കിത് ഈ സമർപ്പിക്കുക എന്നൊക്കെ പണ്ടൊക്കെ കേൾക്കുമ്പോൾ എനിക്കിത് അറിയുന്നില്ലായിരുന്നില്ല, എങ്ങനെ ഇത് സമർപ്പിക്കുക, എന്ത് ഈ സമർപ്പണം എന്ന് വെച്ചാൽ പിന്നീട് അത് കർത്താവ് എന്നെ പരിശീലിപ്പിക്കുക. ഞാനും അതിലേക്ക് അങ്ങോട്ട് മനസ്സിനെ ചേർത്ത് വെച്ച് അതങ്ങോട്ട് വിട്ടുകൊടുക്കുന്നൊരു അനുഭവമാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ പ്രതിസന്ധികളിൽ. അപ്പോൾ നമ്മുടെ എല്ലാ ആകുലതകളും ഉത്കണ്ഠകളൊക്കെ അങ്ങോട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അങ്ങോട്ട് കൊടുത്ത് ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ശൈലിയിലേക്ക് പിന്നീട് പതിയെ വരികയാണ്. പിന്നീട് അതെൻ്റെ ജീവിതത്തെ ഒത്തിരിയേറെ വളർത്തിയിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ഈ സമർപ്പണത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പ്രസംഗിക്കാറുണ്ട്, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലുള്ള സമർപ്പണത്തെപ്പറ്റി. അപ്പോൾ ദൈവപിതാവിന് ഈശോ തന്നെ അങ്ങോട്ട് സമർപ്പിച്ചു, തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ അങ്ങോട്ട് പിതാവിൻ്റെ കരങ്ങളിൽ അങ്ങോട്ട് കൊടുത്ത് സമർപ്പിക്കുക. അതുപോലെ നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ, മക്കളെയൊക്കെ സമർപ്പിക്കുക, മാതാപിതാക്കളെ, ജീവിത പങ്കാളിയെ, അങ്ങനെ നമ്മുടെ കുടുംബ പ്രശ്നങ്ങളെ, അയൽപ്പക്കുകാരെ, ശത്രുക്കളെ, മിത്രങ്ങളെ, ഇങ്ങനെ നമ്മുടെ രാജ്യത്തെ, നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാരെ, സഭയെ ഇങ്ങനെ സമർപ്പിച്ച് ശീലിക്കുക. ഈ സമർപ്പണ പ്രാർത്ഥന വലിയ അഭിഷേകം കൊണ്ടുവരുന്നൊരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ 5-ാം തിരുവചനം നമുക്കൊന്നിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാം. സുഭാഷിതം 3:5 കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയാ, ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്. നിന്റെ ആകുലതകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് തന്നെ വീണ്ടും വചനം പറയുകയാണ്, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ തിരുവചനം. എല്ലാവരും ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചേ. നമ്മുടെ അസ്വസ്ഥതകളൊക്കെ ഈ വചനം ഏറ്റുപറയുമ്പോൾ വിട്ടുപോട്ടെ, അങ്ങോട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. ഏറ്റുപറയുക, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ഒന്നിനെ പറ്റി ആകുലപ്പെടേണ്ടെന്ന് പറയാ, ഒന്നിനെ പറ്റി ആകുലത അസ്വസ്ഥതയൊന്നും വേണ്ടെന്ന് പറയാ. ഇവൻ നമ്മുടെ മരണത്തെ പറ്റി പോലും വേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിൽ വിശ്വസിക്കുക. എൻ്റെ പിതാവിൻ്റെ അടുത്ത് അനേകം വാസസ്ഥലങ്ങളുണ്ട്. നിത്യജീവനെ പറ്റിയുള്ള പ്രത്യാശയിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കടബാധയും, രോഗപ്പെട്ടുള്ള അസ്വസ്ഥതകൾ, രഹസ്യ ദുഃഖങ്ങൾ, ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത മേഖലകളൊക്കെ അങ്ങോട്ട് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ എല്ലാം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ഔസേപിതാവിന് സമർപ്പിച്ച് നമ്മൾ വിശുദ്ധോട് പ്രാർത്ഥിക്കുക. പാതിരിപ്പിക്ക് സമർപ്പിച്ച് നമ്മൾ അടിമോഹിക്കില്ലേ, മക്കളെ കൊണ്ടുവന്ന് നമ്മൾ സമർപ്പിക്കും. അതുപോലെ അങ്ങോട്ട് വിശുദ്ധരോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ജപമാലയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ സമർപ്പിച്ചുള്ള പ്രാർത്ഥന ഒത്തിരിയേറെ അത്ഭുതങ്ങൾ കൊണ്ടുവരുന്നൊരു പ്രാർത്ഥനാ രീതിയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നൊരു തിരുവചന ഭാഗം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6 മുതലുള്ള തിരുവചനം നമുക്കൊരിക്കൽ കൂടി ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റുപറയുന്നു, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണങ്ങളെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. പറഞ്ഞേ ഹല്ലേലൂയാ, ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. വീണ്ടും മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 മുതലുള്ള തിരുവചനം നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും അങ്ങോട്ട് സമർപ്പിച്ച് എല്ലാ തടസ്സങ്ങളും മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാം.
ഒരിക്കൽ കൂടി ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ഇരു കരങ്ങൾ എത്തിപ്പിടിച്ചൊന്ന് ശ്രദ്ധിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ എല്ലാ വിഷമങ്ങളൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഭാരങ്ങളും അസ്വസ്ഥതകളും തടസ്സങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ദുഃഖങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മനസ്സിന്റെ ഭാരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഭൗതിക മേഖലയിലെ ദുഃഖങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കടബാധ്യതകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗപീഠകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. കുടുംബ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. മറ്റുള്ളവർ നമ്മെ മനസ്സിലാക്കാത്ത അവസ്ഥയിലെ മാനസിക പ്രയാസങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. എന്തു തന്നെ പ്രയാസമാണെങ്കിലും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈശോയുടെ വിജയം നൽകുന്ന കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ശക്തമായി സ്തുതിച്ചേൻ. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു. കരങ്ങളടിച്ചുകൊണ്ട് ശക്തിയോടെ കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ഈ ഗാനത്തോടൊപ്പം പാടി പ്രാർത്ഥിക്കുന്നു. മഴയായി പെയ്യട്ടെ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയിലെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോൽ, ആദിമസഭയിലെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോൽ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കുന്നു. നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിനെ സമർപ്പിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വീടിരിക്കുന്ന സ്ഥലം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവായ പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലോത്ഭവം അറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗത്തിലെ വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിലേക്ക് ഇറങ്ങണം. ഞങ്ങളെ ശക്തിപ്പെടുന്ന, സഹായിക്കുന്ന, സംരക്ഷിക്കുന്ന, വിശുദ്ധീകരിക്കുന്ന, രൂപാന്തരപ്പെടുന്ന തിരത്തം കൊണ്ട് ഞങ്ങൾ എല്ലാവരും കടയണമേ. സകല ശുദ്രം, മന്ത്രവാദ, ആഭിചാര, ഗുഡോത്ര, ദുഷ്ദോഷം, പൈശാചക പീഡന, ബാധകൾ, കൈവിഷയങ്ങൾ ഞങ്ങൾ ദൂരേറ്റണമേ. പാപകരമായ സകലതും അസൂയ, ചതി, വഞ്ചന ഞാൻ നിനയ്ക്കുമായി വിട്ടുപോട്ടെ. സർവശതന ദേവനായ സദ്യ വിശാനായ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധ അന്യായ സദ്യയുടെ മനുഷ്യ നികാർ റബ്ബായ ഗബ്രിയ മനാമാണ് സതമായ സാന്ത സമശത തന്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും വ്യക്തിത്വമുള്ള സമൂഹത്തിലെ എല്ലാ ധർമ്മങ്ങളും വെള്ളത്തിലും വായിലൂടെ വസ്ത്രത്തിലും ഭക്ഷണം നടന്നത് മാനസിക ശാരീ ആത്മീയമായ മാനസികവും പ്രാപഞ്ചവും പൈശാചികമായ സകല ബന്ധനം മത്തായി 4:10 ലൂക്ക 4:2 മർക്കോസ് 16:5 1 വിശാന്ത പ്രവർത്തനങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി ദൈവപുത്ര മന്ത്രി 15 സദ്യ സകലവിധ പ്രകൃതിസഭ ഇടിവിന് ഇരുപത് നാശട്ടാണ് ഉറപ്പ് ഉദ്ദേശം വാസു വൈരാട് തർക്കം കലകൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ജടിക ദ്രവ്യാസ് ഗോപാസ് ഭക്ഷണാസക്തി സ്വയംഭോഗം സ്വർഗഭോഗം തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാര ദുർഭൂതം അഹങ്കാര അസൂയ അലസം മോഹം കോപം കൊതി യുവാതടസ്സം ജോലിതടസ്സം വിൽപ്പനാസം യാത്രാടസ്സം പഠനാസം കോടതിയിൽ സാമ്പത്തികോട്ട് കണ്ണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് ആന്തരിക ബാഹ്യങ്ങൾ ചെറുതുമായ രോഗപീഠകൾ അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റബോധം രക്ത തൊട്ടാടി സ്വഭാവം വിശ്വാസങ്ങളുടെ ദുരാത്മാവ് ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യേശു നാമത്തിൽ ബന്ധിക്കുന്നു. യേശു നാമത്തിൽ ബഹിഷ്കരിക്കുന്നു. ഈശോനെ കുറിച്ച് നാട്ടിപ്പായി ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലോ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രവേശിച്ചുവെന്ന് സാത്താനെ നിന്നോണ്ട് കൽപ്പിക്കുന്നു. വിട്ടുപോട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തമായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ഈ ഗാനത്തോടൊപ്പം ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. വചനം ഘോഷിക്കും ഈ വേളയിൽ നിന്നാമം പാടും ഈ കൂട്ടായ്മയിൽ. വചനം ഘോഷിക്കും ഈ വേളയിൽ
നിന്നാമം പാടും ഈ കൂട്ടായ്മയിൽ. ആത്മാവിൽ ആരാധിക്കും നിന്ദാസരിൽ, നാഥനെ വാഴ്ത്തും ഈ കൂട്ടായ്മയിൽ. ആത്മാവിൽ ആരാധിക്കും നിന്ദാസരിൽ, നാഥനെ വാഴ്ത്തും ഈ കരങ്ങളുയർത്തി. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. യുവതി യുവാക്കന്മാരെ, കുഞ്ഞുമക്കളും മധ്യവയസ്കർ, പ്രായമായവരെല്ലാവരും ഇത് കാണുന്നവരെല്ലാം സ്തുതിച്ചോ. വചനത്തിന്റെ ശക്തി വെളിപ്പെടുത്തുന്ന സമയമാണിത്. ഹാലുലിയ, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് എന്നെ താങ്ങിക്കൊള്ളും. ഷിയ റിയ റിയ, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടെ നിന്നെ താങ്ങിക്കൊള്ളും. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാക്കേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും. ആലുലി അലുലി 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 അലുലിയ. ശരി, ഒന്നിനെ കുറിച്ച് ആകുലരാകേണ്ട, ഒന്നിനെ കുറിച്ച് ആകുലരാകേണ്ട, ഒന്നിനെ കുറിച്ച് ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെ, അപേക്ഷയിലൂടെ, കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാതനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും. അപ്പോൾ നിങ്ങളുടെ എല്ലാ ദാനങ്ങളെയും അതിലംഘിക്കുന്ന ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ചിന്തകളെയും ദാനങ്ങളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. ആലുലി അലുലി 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 അലുലിയ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തെ വിശ്വസിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും. അസ്വസ്ഥതകളും ആകുലതകളും എല്ലാം ഈ ശുശ്രൂഷ സമയത്ത് വിട്ടുപോട്ടെ. ആ ബാ 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 എല്ലാവരും ശ്രദ്ധിച്ച്, എല്ലാവരും ശ്രദ്ധിച്ച്. ആലുലി അലുലി 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 ആലുലി അലുലി അലുലി അലുലി. സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കൃപ തരണമേ. സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. യേശുവേ നന്ദി. ഹാലുലിയ 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 ഹാലുലിയ. ദീപികാണ്ടി നോക്കിക്കൊണ്ട് സ്തുതിക്കുന്നു. ഹാലുലിയ ഹാലുലിയ ഹാലുലിയ. വിശുദ്ധ കുർബാനയ്ക്ക് നോക്കിക്കൊണ്ട് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹാലുലിയ ഹാലുലിയ ഹാലുലിയ. പരിശുദ്ധാത്മാവ് നിറയുന്നവരെ സ്തുതിക്കുന്നു. ശരി. സ്തുതിക്കാത്ത മക്കൾ ശക്തമായിട്ട് അറിയാവുന്ന പോലെ ഹല്ലേലൂയ പറയുക. ഹാലുലിയ ഹാലുലിയ. കുഞ്ഞുങ്ങളില്ലാത്തവർ ശക്തമായി പ്രാർത്ഥിച്ചോ. കുഞ്ഞുങ്ങളെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്തവർ പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. സ്ഥല വിൽപ്പന തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റുന്നുണ്ട്. സ്ഥല വിൽപ്പന തടസ്സങ്ങളൊക്കെ നിയോഗം വെച്ച് സമർപ്പിച്ച് ഇതുപോലെ പ്രാർത്ഥിക്കുക. ഈ എൽറുഹ ദൈവവചന ശുശ്രൂഷയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എപ്പോഴും ക്ഷീണം, തളർച്ച കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. എപ്പോഴും ക്ഷീണം, തളർച്ച, വയ്യായ്യ, ഇങ്ങനെ എപ്പോഴും കിടക്കണം, ഇങ്ങനത്തെ അവസ്ഥ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ജോൺസൺ എന്ന പേരുള്ളൊരു മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരോടും കർത്താവ് തരുന്ന ശക്തമായൊരു സന്ദേശമാണ് സകല വിശുദ്ധരുടെ ലുത്തിനെ ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള സന്ദേശം. സകല വിശുദ്ധരുടെ ലുത്തിനെ ചൊല്ലി പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും കർത്താവ് സന്ദേശം തരിക. ഈ സകല വിശുദ്ധ ലുത്തിനയിലൂടെ ഒത്തിരിയേറെ അനുഗ്രഹം കർത്താവ് വർഷിക്കുന്നുണ്ട്. പാറ്റ്ന എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. നാവ് ഇടയ്ക്കിടയ്ക്ക് കൂട്ടിക്കടിച്ച് പോകുന്ന അവസ്ഥയുള്ള ഒരാൾക്ക് അതിൽ നിന്ന് വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ജീവൻ എന്ന മകനോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. മൂക്കിലെ ദശ വളരുന്ന ഒരു യൂത്ത് പെൺകുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പനംകുറ്റിച്ചിറ ഭാഗത്തു നിന്നും ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വർഷങ്ങളായി മരുന്ന് കഴിക്കുന്ന ഒരു ഡയബറ്റിക് പേഷ്യന്റിനെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ശക്തമായി വണ്ട് ശല്യം എടുത്തു മാറ്റി ഒരു ഭവനത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. മിലൻ എന്ന മകനോട് എപ്പോഴും കഴുത്തിൽ ഉത്തിരിയം ധരിക്കാൻ കർത്താവ് സന്ദേശം തരുന്നുണ്ട്. ശരീരത്തിലെ എല്ലുകൾക്ക് ബലക്കുറവുള്ള, എല്ല് പൊടിഞ്ഞു പോകുന്ന അവസ്ഥയുള്ള ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. കച്ചവടം കുറവുള്ള, വലിയ നഷ്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരാളോട് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ കടയിൽ വയ്ക്കാനും ദശാംശം കൊടുക്കാൻ തീരുമാനമെടുക്കാനും സന്ദേശം തരുന്നു. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഛർദ്ദിക്കുന്ന അവസ്ഥ കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളോട് സാബത്ത് വിശുദ്ധമായി ആചരിക്കാൻ കർത്താവ് ശക്തമായി സന്ദേശം തരിക. സാബത്ത് വിശുദ്ധമായി ഞായറാഴ്ച ദിവസം കട തുറക്കുകയോ അലസമായി സമയം ചെലവഴിക്കുകയോ ചെയ്യരുത്. സാബത്ത് വിശുദ്ധമായി ആചരിക്കാൻ ഈശോ പറയുന്നു. 2 ക്യാൻസർ രോഗികളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഒരു വീട്ടിൽ നിന്ന് പൂച്ച ശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. കണ്ണിന് അപകടം സംഭവിച്ച് ശക്തമായ വേദന, അസ്വസ്ഥതയുള്ള ഒരു മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. രോഗാവസ്ഥയിലായിരിക്കുന്ന ഒരു കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. സാലി, ജിനി ഇവരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ജോലി നഷ്ടപ്പെട്ടതിൽ വിഷമിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് ജോലി നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. തേടിൻ്റെ ശല്യമുള്ള ഒരു വീട്, ആ വീട് എത്രയും പെട്ടെന്ന് വെഞ്ചരിക്കാൻ കർത്താവ് സന്ദേശം നൽകുകയാണ്. തലയും മുഴയുള്ള ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. റിയ എന്ന മകൾക്ക് പുതിയ ജോലി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു.
ഒരു മകൻ്റെ വിവാഹ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. വിവാഹ തടസ്സമുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക. തൈറോയിഡിന് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം അനുഗ്രഹിക്കുന്നുണ്ട്. വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന വ്യക്തികൾ പ്രാർത്ഥിച്ചോ വിദേശയാത്ര തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. മലദ്വാരത്തിൽ മുഴയുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കിടന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് മേഖലയിൽ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. റോബിനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ശബ്ദം അടഞ്ഞു പോകുന്ന അവസ്ഥയുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി ശബ്ദം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. മേരി എന്ന മകളുടെ ശക്തമായ പുറംവേദന കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ശരീരത്തിലൊരു മുഴ ഓപ്പറേഷൻ ചെയ്ത് കളയണമെന്ന് ഡോക്ടർമാർ പറഞ്ഞതിൽ ആകുലതയോടെ ആയിരിക്കുന്ന മകളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. സൗമ്യ എന്ന മകളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. ഹാർട്ട് സംബന്ധമായ രോഗാവസ്ഥയുള്ളവർ ശക്തമായി പ്രാർത്ഥിക്കുക ഈശോ സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. സ്ട്രോക്ക് വന്ന് ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. വിദേശത്ത് കേസിൽ അകപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. ഒരു കുഞ്ഞിൻ്റെ അതിശക്തമായ പനിയും ചെസ്റ്റിലെ ഇൻഫെക്ഷനും കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. എലിശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ഞായറാഴ്ച ദിവസങ്ങളിൽ ബിസിനസ് സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്ന മക്കളെ വീണ്ടും കർത്താവ് കാണിക്കുന്നു. അത് ചെയ്യരുതെന്ന് കർത്താവ് മുന്നറിയിപ്പ് തരുന്നു. വളർത്തു മൃഗങ്ങൾക്ക് അസ്വസ്ഥതയുള്ളവർ, ആ മൃഗങ്ങൾക്ക് രോഗപീഠകളുള്ളവർ പ്രാർത്ഥിക്കുക. വളർത്തു മൃഗങ്ങൾ കൂട്ടത്തോടെ ചത്തുപോകുന്ന അവസ്ഥ, രോഗങ്ങൾ വരുന്ന അവസ്ഥ, വന്യജീവികൾ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്ന അവസ്ഥ, അങ്ങനെയുള്ളവർ പ്രാർത്ഥിച്ച ആ മേഖലയിൽ ഈശോ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ഓപ്പൺ സർജറിക്ക് ഒരുങ്ങുന്ന ഒരു വ്യക്തിയുടെ ഭയവും അസ്വസ്ഥതയും കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടേണ്ടതില്ല, സ്തുതിച്ച് പ്രാർത്ഥിക്കുക. മലയാറ്റൂർ എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നുണ്ട്. വിസ റിജക്റ്റ് ആകുമോ എന്ന് ഭയപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. പലതവണ വിസ റിജക്റ്റ് ആയ വ്യക്തിയാണെന്ന് ഈശോ കാണിക്കുന്നു. TB ബാധിച്ച ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. മഞ്ഞപ്പിത്തം ബാധിച്ച് ഗുരുതരാവസ്ഥയിലായിരിക്കുന്ന ഒരു മകന് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഗർഭപാത്രത്തിൽ മുഴയുള്ള ഒരു മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ആരോൺ, ഡെയ്സൺ ഇവരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. തലച്ചോറിന് അണുബാധ വന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. സംസാരശേഷി നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിക്ക് അത്ഭുതകരമായ സംസാരശേഷി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു മകൻ്റെ വിവാഹ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. വളർച്ചാക്കുറവുള്ള ഒരു പെൺകുഞ്ഞിനെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു. എത്ര ശ്രമിച്ചാലും ഭക്ഷണം കഴിക്കാതെ വാശി പിടിക്കുന്ന ഒരു കുഞ്ഞിന് വെഞ്ചിരിച്ച തേൻ കൊടുക്കാൻ കർത്താവ് ബന്ധപ്പെട്ടവർക്ക് സന്ദേശം നൽകുകയാണ്. തലയിലെ പാൻശല്യം കർത്താവ് ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ശരീരത്തിലെ കുമിളകൾ പോലെ കുരുക്കൾ വരുന്ന ഒരു അവസ്ഥയുള്ള ഒരു മകളോട് തുറന്ന കുമ്പസാരം നടത്താൻ കർത്താവ് സന്ദേശം തരുന്നു. പോൾസിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. 1/2 ഏക്കർ സ്ഥലത്തിന്റെ വിൽപ്പന തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്ന പോലും പഞ്ഞി വെച്ച് നടക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. കാലിൻ്റെ അടിയിൽ പരി പോലെ വന്ന് അത് ഉണങ്ങാത്ത അവസ്ഥ, കർത്താവ് ഒരു മകന് കാലിൻ്റെ അടിയിൽ ആ രോഗപീഠ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ശക്തമായ അഭിഷേകം കർത്താവ് തിരഞ്ഞെടുത്ത് വിശ്വാസത്തോടെ സ്തുതിച്ചേൻ. ഹാലലിയ 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 ശിരി ഷിയ റിയ 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 റിയ. യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം. എൻ്റെ പേര് ബിന്ദു, സ്ഥലം ചാലക്കുടി. എൻ്റെ വീട്ടിൽ ഭയങ്കരമായിട്ട് പാമ്പ് ശല്യം ഉണ്ടായിരുന്നു. മോൻ കോളേജിൽ നിന്ന് വരുമ്പോൾ ഫ്രണ്ടിൽ പാമ്പ് ഇരവിഴുങ്ങി കിടക്കുക, നായ്ക്കുട്ടി പാമ്പിനെ കണ്ട് കുരയ്ക്കുക, ബെഡ്റൂമിൽ പാമ്പിൻ്റെ ശല്യം, അടുക്കള ഭാഗത്തും അതുപോലെ തന്നെ കോഴിക്കോട്, ഇങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളിലും ഞങ്ങൾക്ക് പാമ്പിൻ്റെ നല്ല ശല്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ സാധാരണ എല്ലാ ദിവസവും കുർബാനയ്ക്കൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ റോഡാണ്. റോഡിൽ കാലത്താണ് ഞങ്ങൾ പള്ളിയിൽ പോണ സമയത്ത് ഇങ്ങനെ പാമ്പുകളിങ്ങനെ വണ്ടി കയറി ചതഞ്ഞ് കിടക്കുന്നത് കാണാം. അതുപോലെ പാമ്പ് ശല്യം ഞങ്ങളുടെ ആ പരിസരത്തുണ്ടായിരുന്നു. ഞാനൊരു 1.25 വർഷത്തോളമായി അത്ഭുത ജമാല കൂടുന്ന സമയമായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതിൽ ഞാൻ സാക്ഷ്യങ്ങളും അച്ഛങ്ങനെ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്, പാമ്പ് ശല്യം, പല്ലി ശല്യം ഇതൊക്കെ മാറുന്നത്. അപ്പോൾ ഞാൻ ഒരു 5 ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യത്തെ ദിവസം ഇപ്പോൾ ഞങ്ങളുടെ ഒരു സൈഡിൽ, ഞങ്ങളുടെ വീടിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു സൈഡ് ഒരു വലിയൊരു പറമ്പാണ്, കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ആ സൈഡ് ഭാഗത്തുള്ള ഞങ്ങളുടെ എല്ലാ ജനാലകളും എയർ ഹോളുകളൊക്കെ ഞങ്ങൾ അടച്ചിടുക ചെയ്യാറ്. ആ ഭാഗത്തു നിന്നാണ് ഞങ്ങൾക്ക് പൊതുവേ ശല്യം വരാറ്. അപ്പോൾ ഞാൻ നിയോഗം വെച്ച് ഒരു 5 ദിവസം പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. ആദ്യത്തെ ദിവസം ഞാൻ എൻ്റെ ബെഡ്റൂമിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. 3 പാളിയുടെ വിൻഡോസാണ്. അതിൽ ഒരു വിൻഡോ ഒരു പാളി ഞാൻ തുറക്കുകയുള്ളൂ പേടിച്ചിട്ട്. അങ്ങനെ ഞാൻ അത്ഭുത ജമാല ആദ്യത്തെ ദിവസം നിയോഗം വെച്ച് തുടങ്ങിയ ആദ്യത്തെ ദിവസത്തിൽ തന്നെ അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു പാളി തുറന്നിട്ട പാളിയുടെ മുന്നിലേക്ക് ഒരു പാമ്പ് ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഒരു 2 മിനിറ്റോളം ആ പാമ്പ് അവിടെ അതുപോലെ തന്നെ നിന്നു. ഞാൻ അപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് 2 മിനിറ്റോളം നിന്ന് അത് കഴിഞ്ഞത് വീണ്ടും മറ്റേ കാട് പിടിച്ച ആ കോമ്പൗണ്ടിലേക്ക് തന്നെ അത് തിരിഞ്ഞിറങ്ങി ഞങ്ങളുടെ കോമ്പൗണ്ടിലേക്ക് പിന്നെ കടന്നിട്ടില്ല. ഇത് ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ ആ പരിസരത്ത് മുഴുവനും ഞങ്ങൾക്ക് ഈ ശല്യം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ എൻ്റെ മകൻ എൽഹുറയിൽ ദാനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ മകൻ കല്ലുപ്പ് സാധനങ്ങളൊക്കെ മേടിച്ചോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ
അങ്ങനെ കല്ലുപ്പ് ഞങ്ങളുടെ വീട്ടിലും ഞങ്ങളുടെ അയൽപക്കത്തും എല്ലായിടത്തും ഞങ്ങളത് വിതറി. അപ്പോഴൊന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോഴാണ് എനിക്കത് ഒരു 5-8 മാസത്തോളമായി. ഇപ്പം ഞങ്ങൾക്ക് പാമ്പിൻ്റെ ശല്യം എനിക്കോ അതുപോലെ തന്നെ പരിസരത്തുള്ള ഒരു സ്ഥലത്തും ഇപ്പം ഞങ്ങൾക്ക് ദൈവാനുഗ്രഹങ്ങൾ കൊണ്ട് പാമ്പിൻ്റെ ശല്യം ഞങ്ങൾക്കിപ്പോൾ ഒട്ടുമില്ല. പാമ്പ് ശല്യം മാറിയതിന് നന്ദി പറയാൻ ആയിട്ട് ഞാൻ എൽറുഹയിലേക്ക് ഞാനും എൻ്റെ ഇളയ മകനും കൂടി താമസിച്ചുള്ള ധ്യാനത്തിന് വന്നു. അങ്ങനെ താമസിച്ചുള്ള ധ്യാനത്തിൻ്റെ സമയത്ത് കുമ്പസാരം ചൊവ്വാഴ്ച നടന്നു കഴിഞ്ഞ് ബുധനാഴ്ച അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഒരു മകൻ തേപ്പെട്ടി വെച്ച് മറ്റൊരു മകനെ ഉപദ്രവിച്ചു എന്ന് വിളിച്ച് പറഞ്ഞത് ഞാൻ കേട്ടു. അനുദപിച്ച് കുമ്പസാരിക്കാൻ അച്ഛൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ വേഗം എനിക്കത് മനസ്സിലായി അത് എൻ്റെ മകനാണ്. ഞാൻ എൻ്റെ മകനോട് ചോദിച്ചു, നീ അത് കുമ്പസാരിച്ചപ്പോൾ അവൻ പറഞ്ഞില്ല അമ്മച്ചി ഞാൻ മറന്നുപോയി അതെന്ന് പറഞ്ഞു. അവനൊരു +1 പഠിക്കുന്ന സമയത്ത് അവനും അവൻ്റെ കൂട്ടുകാരനും കൂടി ട്യൂഷൻ ക്ലാസ്സിലിരുന്നപ്പോൾ തേപ്പട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരൻ ചോദിച്ചു, ഇതിന് ചൂടുണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, നീ ചൂടുണ്ടോ എന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് അവൻ വെറുതെ തമാശയ്ക്ക് കാണിച്ചതാണ്. അത് ആ കുട്ടിയുടെ കവളത്ത് ഒരു പൊള്ളലേൽപ്പിച്ച് അത് ഞങ്ങൾക്കും അവനും എല്ലാവർക്കും വിഷമമായി. ഞങ്ങളത് പിന്നെ അത് മറന്നുപോയി. ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഞങ്ങളത് മറന്നു. ഞങ്ങൾക്കത് തല്ലിലോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ അത് 11 പഠിക്കുന്ന സമയത്താണ് അവനതുണ്ടായി. ഇപ്പോൾ അവന് 21 വയസ്സായി. 5 വർഷം മുമ്പ് നടന്ന ആ ഒരു സംഭവം അവൻ കുമ്പസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അവനത് ഓർമ്മ വന്നത്. അങ്ങനെ അവനത് അനുദപിച്ച് കുമ്പസാരിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. വലിയൊരു സൗഖ്യം അല്ലെങ്കിൽ വലിയൊരു വിടുതൽ ഇതാണ് നമ്മളിപ്പോൾ കണ്ടത്. സ്നേഹമുള്ളവരെ, പറഞ്ഞാൽ വിശ്വസിക്കാത്തൊരു അത്ഭുതമാണ് നമ്മളിപ്പോൾ ഈ സാക്ഷ്യത്തിൽ കേട്ടത്. നാളുകളായിട്ടുള്ള പാമ്പ് ശല്യം പറഞ്ഞു കേട്ടല്ലോ. അത്ഭുതങ്ങളുടെ ജപമാല സ്ഥിരം ഇവർ കാണാറുണ്ട്. ഒപ്പം തന്നെ ഈ ഭൂതോച്ചാടന വസ്തുവായ വെഞ്ചരിച്ച കല്ലുപ്പ് കൊണ്ടുപോയി വീടിന് ചുറ്റുമൊക്കെ വെതറിയിട്ട് ആ വീട്ടുകാരും ആ വീടിൻ്റെ പരിസരത്തുള്ള വീട്ടുകാരെല്ലാവരും ഈ പാമ്പ് ശല്യം, അത്രമാത്രം പാമ്പിൻ്റെ ശല്യം അത് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ പാമ്പ് വന്ന് ഇങ്ങനെ എത്തിച്ചു നോക്കി, പിന്നീട് അത് തിരിച്ചു പോയി. പിന്നീട് 8 മാസം കഴിഞ്ഞു. പിന്നീട് ഈ വീട്ടിൽ മാത്രമല്ല ആ പരിസര വീടുകളിലൊന്നും ഈ പാമ്പിൻ്റെ ശല്യമില്ല. അത്രമാത്രം പാമ്പ് ശല്യം. അതിൽ നിന്നാണ് കർത്താവ് ഈ അത്ഭുത ജപമാലയിലൂടെയും ഈ ഭൂതോച്ചാരണ വസ്തുവായ വെഞ്ചരിച്ച കല്ലുപ്പിലൂടെയും കർത്താവ് വിടുതൽ നൽകി കർത്താവ് അനുഗ്രഹിച്ചത്. ദൈവത്തിന് നമുക്ക് ഈ വലിയൊരു വിടുതലിൻ്റെ ഓർത്ത് നന്ദി പറയാം. നമ്മുടെ വീട്ടിലും ഇങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം. അത്ഭുതങ്ങളുടെ ജപമാല, പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം അത് തേടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഇങ്ങനെയുള്ള ബന്ധന പ്രാർത്ഥനകൾ, കല്ലുപ്പ്, ഹന്നാവെള്ളം, ഇങ്ങനെയുള്ള ഭൂതോച്ചാരണ വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള കുറേ അസ്വസ്ഥത വിട്ടുപോകും. നമുക്ക് വിശ്വസിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകൾ കുത്തി കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. യേശുവിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കുക. കണ്ണെടുക്കാതെ ദിവികാനത്തിലേക്ക് നോക്കുക. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ആരാധിക്കുക. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കരുണയായിരിക്കണമേ.